നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത് കുബേരയോഗത്തെ പറ്റിയും കുബേരയോഗത്താൽ സമ്പന്നരാവാൻ പോകുന്ന നക്ഷത്രക്കാരെയും കുറിച്ചാണ്. കുബേരൻ ധനത്തിൻ്റെ അധിപനാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. കുബേരയോഗം എന്നത് ദരിദ്രനെ സമ്പന്നരാക്കുന്ന ഒന്നാണ്. ഈ യോഗം ചില പ്രത്യേക നാളുകാരെ തേടി വരുന്നു എന്നതാണ് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ സർവ്വ ഐശ്വര്യവും ഫലമായിരിക്കും. കുബേരയോഗം അഥവാ ധനയോഗം പല രൂപത്തിലാണ് പല നാളുകാരെയും തേടിയെത്തുക. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രാശിയിൽ മാറ്റം വരികയോ രണ്ടാം ഭാവാധിപന്മാരുടെ 11ാം ഭാവത്തിൻ്റെയും അധിപന്മാരുടെ കൂടിച്ചേരൽ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ കുബേരയോഗം രൂപപ്പെടുന്നു. ഇവർക്ക് ഈ സമയം ഔദ്യോഗിക സുഖങ്ങൾക്ക് ഒരു കുറവും തന്നെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ബിസിനസ്സിൽ പുരോഗതിയും ഉണ്ടാകുന്നതാണ്. രാജാക്കന്മാരെ പോലെ ആഡംബരപൂർണമായ ജീവിതം നയിക്കാനും യോഗം ഉണ്ടാകും. ഏതെല്ലാം നാളുകാർക്കാണ് ഈ ഗുണഫലം ഉണ്ടാകുന്നതെന്ന് ഇനി നോക്കാം. വിഷുവിന് മുൻപ് തന്നെ ഈ കുബേരയോഗം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതായിരിക്കും. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. ഈ മൂലം നക്ഷത്രക്കാർക്ക് വിഷുവിന് മുന്നേ ആയി ഇവർക്ക് മഹാസൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഏതാണോ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല ഒരു തൊഴിലിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതായിരിക്കും. എന്താണോ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ഇതുവരെ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന സ്വപ്നങ്ങൾ പോലും ഈ കുബേരയോഗത്താൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളവരാണ്. ഇവരുടെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റണേ എന്നുള്ള പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുകയും അവർക്ക് നല്ല ഒരു മാറ്റം ഇനി വരാനിരിക്കുന്ന കുബേരയോഗത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. ഇനി വരാനിരിക്കുന്നത് ഇവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ദിനങ്ങളായിരിക്കും. സാമ്പത്തികപരമായി നല്ല ഉയർച്ചയിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉന്നതിയിലെത്താനും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വിജയം കൈക്കൊണ്ടുവരാനും സാധിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ഭഗവാനെ നെഞ്ചുരുകി വിളിക്കുന്നത് ഒരു കാരണവശാലും നിർത്തരുത്. സമയം കിട്ടുന്ന വേളകളിലെല്ലാം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കുബേരയോഗത്താൽ ജീവിതത്തിൽ ഈശ്വരാധീനം ഉച്ചസ്ഥായിൽ എത്തിപ്പെടാൻ പോവുകയാണ്. ഇനിയുള്ള ഇവരുടെ ജീവിതം വെച്ചടി കയറ്റമായിരിക്കും. ഈ നക്ഷത്രക്കാർ ഏതു കാര്യത്തിൽ കൈവച്ചാലും അത് വിജയത്തിൽ തന്നെ ചെന്നെത്തിപ്പെടും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ ഇനിയുള്ള നാളുകൾ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് കാര്യം വിചാരിക്കുന്നുവോ അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഈശ്വര പ്രാർത്ഥനയും അനിവാര്യമാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഇവർ കുബേരയോഗത്താൽ ഇവരുടെ ജീവിതം നന്നായി പച്ച പിടിക്കാൻ പോകുന്നു എന്നതാണ്. രാജയോഗത്തിന് തുല്യമായ ചില സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരാനിരിക്കുന്നത്. ഇതുവരെ ഇവർ ആഗ്രഹിക്കാത്തതും കണ്ടിട്ടില്ലാത്തതുമായ സൗഭാഗ്യങ്ങൾ വരെ ഇവരെ തേടി ഇനി എത്തുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് വിഷുവിനോടടുത്ത് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളാണ് വന്നു ചേരാൻ പോകുന്നത്. മേടമാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവരെ തേടി അനേകം ഉയർച്ചകളും സൗഖ്യവും സമ്പത്തും സമൃദ്ധിയുമെല്ലാം വരാൻ പോകുകയാണ്. ഇത് ഇവരുടെ ജീവിതത്തിൽ ഒരു തുടക്കം മാത്രമായിരിക്കും. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അതായത് ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ നല്ല രീതിയിൽ മാറാൻ പോവുകയാണ്. ഇവരുടെ ധനസ്ഥിതിയെല്ലാം മാറി നല്ല സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നതാണ്. അതുപോലെ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ഇവർ തൊഴിൽ അന്വേഷിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് നല്ല ഒരു തൊഴിൽ ലഭിക്കാനും അതുമൂലം നല്ലൊരു വരുമാനം ലഭിക്കാനുമുള്ള സമയമാണ് വരാനിരിക്കുന്നത്. തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ നിന്ന് നല്ല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ് മേഖലയിൽ നല്ല ഉയർച്ചയും ബിസിനസ്സിൽ നല്ല വളർച്ചയും ഉണ്ടാകുന്നതാണ്. അതുമൂലം അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക്
മുന്നോട്ട് വിജയശ്രീലാളിതരായി പോവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലായിടത്തും നല്ല സന്തോഷവും സമാധാനവും വന്നു നിറയുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ കണ്ട സ്വപ്നങ്ങളെല്ലാം ഈ കുബേരയോഗത്തിൽ ഇവർക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇവർ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും. സർവ്വകാര്യങ്ങളും ഇവർക്ക് മംഗളകരമായി തന്നെ വന്നു ചേരും. ഇവർ താമസിക്കുന്ന സ്ഥലം വരെ നല്ല സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ആണ് ഇനി വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നല്ല ഒരു വഴിത്തിരിവായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവായ മാറ്റങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഏറെ കാലമായി ഇവർ കൊണ്ടുനടന്ന പല സ്വപ്നങ്ങളും ഇനി ഇവർക്ക് നേടിയെടുക്കാനും അവരുടെ ജീവിതത്തിൽ നല്ല വിജയം കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കുബേരയോഗത്താൽ അതിസമ്പന്ന യോഗം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അതിനാൽ എല്ലാവരും ലക്ഷ്മി ദേവിയെ നന്നായി വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതാണ്.